നമ്മളിന്ന് ഓണം സീരീസിൽ അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മധുരമുള്ള കൂട്ടുകറി മിക്ക ആൾക്കാർക്കും കൂട്ടുകറി ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് കൂട്ടുകറി. അതിൽ മധുരമുള്ള കാരണമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അരക്കപ്പ് കടല തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. അത് കുതിർന്നു വന്നപ്പോൾ ഒരു ഒന്നേകാൽ കപ്പോളം ആയിട്ടാ. അത് കുക്കറിലിട്ട് അതിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ്, കല്ലുപ്പാണ് ഞാനിട്ടത്, അത്രയും ഇട്ടിട്ട് നമ്മൾ അത് വേവിക്കാൻ വെച്ചു. ആദ്യത്തെ വിസിൽ വന്നപ്പോൾ സിമ്മിലിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കടല വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു കായ, പിന്നെ ഒരു ചെറിയ കഷ്ണം, ഒരു 200 ഗ്രാമോളം ചേന, അതുപോലെ തന്നെ ഒരു 200 ഗ്രാം വെള്ളരിക്ക, അത്രയാണ് എടുത്തത് കഷ്ണങ്ങളാക്കാൻ. അത് ഇങ്ങനെ സ്ക്വയർ പീസസ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ കടല വെന്ത് കഴിഞ്ഞ് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്നിട്ട് നമ്മളതിലേക്ക് ഒരു ബൗള് ചേന അരിഞ്ഞത്, ഒരു ബൗള് കായ അരിഞ്ഞത്, ഒരു ബൗള് വെള്ളരിക്ക അരിഞ്ഞത്, അത് മൂന്നും ഇട്ടിട്ട് അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വീണ്ടും അതിൽ എണ്ണ ഇട്ടിട്ട് വേവിക്കുകയാണ് നമ്മൾ. പിന്നെ ഇനി വേവിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ഇടുന്നില്ല കേട്ടോ. കുക്കറിലാകുമ്പോൾ നമുക്ക് വേഗം കഴിയുമല്ലോ, പണി കഴിയും. അപ്പോൾ അതേ നല്ല ആവി വന്നപ്പോൾ നമ്മളത് സിമ്മിലിട്ടിട്ട് പിന്നെ അതിലങ്ങനെ വെച്ചിട്ട് വെന്ത് കിട്ടിക്കോളും. പിന്നെ ഈ കഷ്ണത്തിലേക്ക് ആവശ്യമായിട്ട് കുറച്ചും കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നമ്മൾ നോക്കുക കൂടുതലാണോ കുറവാണോ എന്നിട്ട് നമ്മുടെ പാകത്തിന് ചേർക്കുക. കൂട്ടുകറിയിൽ അധികം ഉപ്പല്ലല്ലോ, കുറച്ച് മധുരിച്ചിട്ടല്ലേ നിൽക്കുക. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇടാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചേന കഷ്ണങ്ങളൊക്കെ വെന്തു കേട്ടോ. ചേന വെന്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കഷ്ണങ്ങളും വെന്തു എന്നാണ് അതിനർത്ഥം. ചേനയല്ലേ വേവാൻ കൂടുതൽ സമയം വേണ്ടേ. അപ്പം ഞാനൊരു സൗകര്യത്തിന് വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ കാണാനായിട്ട് സൗകര്യത്തിന് വേണ്ടി കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ കുക്കറിൽ തന്നെ വെച്ചാൽ മതി, വേറെ ഇനി മാറ്റൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്തു. അതായത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാരണമാണ് കേട്ടോ വെട്ടുപോരം പാട്. അപ്പോൾ ശർക്കരയും കൂടെ ചേർത്ത് ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞതല്ലേ, കുറച്ച് ചാറും കൂടെ അതിൽ വെള്ളം കൂടെ ബാക്കിയുണ്ട്, അത്ര വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ അത് നമ്മൾ തിളച്ച് ഇറക്കി വെച്ചു കേട്ടോ. ഇനി ഇതിലേക്ക് അരപ്പാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകേണ്ടത്. അപ്പോൾ ശർക്കരയും കൂടി ഇട്ട് ശരിയായി. ഇനി അത് മാറ്റി വെച്ചിട്ട് നമ്മൾ അരപ്പ് ഉണ്ടാക്കാൻ, അരപ്പ് എന്ന് പറഞ്ഞാൽ നാളികേരം വറുത്ത് ചേർക്കണ്ടേ, അതിനായിട്ട് നമ്മളൊരു ചട്ടി വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ നല്ല ജീരകവും ഇട്ടു. അത് പൊട്ടിക്കഴിയുമ്പോൾ 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സിമ്മിൽ വയ്ക്കട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ സിമ്മിൽ ഇടണം തീ. പിന്നെ കുറച്ച് കറിവേപ്പിലും പിന്നെ ഒരു നാളികേരം മൊത്തം ചിരികിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നാളികേരം മുഴുവനും വേണം. അതും ഇട്ടിട്ട് നമ്മളതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഒരു മീഡിയത്തിനേക്കാളും കുറച്ചിട്ട് സിമ്മിനേക്കാളും കുറച്ചും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ ഫ്ലെയിം വെച്ചാൽ മതി കേട്ടോ. കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം കരിഞ്ഞു പോകുമല്ലോ. ഇത് ഇങ്ങനെ കൈയെടുക്കാണ്ട് ഇളക്കി കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കരിഞ്ഞു പോവും. അപ്പോൾ ഇത് ഇത്ര പാകമാകുമ്പോൾ നമ്മളതിൽ നിന്ന് ഒരു 2 തവി ഇതുകൊണ്ട് 2 തവി നമ്മൾ മാറ്റും. അതായത് ഇതിലേക്ക് അരച്ച് ചേർക്കാനാണ് കേട്ടോ. ഒരു 1-1.5 തവി നമ്മളതിൽ നിന്ന് മാറ്റി എടുത്ത് വെച്ചു. ബാക്കിയുള്ള നാളികേരം വീണ്ടും കുറച്ചും കൂടെ ബ്രൗൺ കളറാവണം. അപ്പോൾ അതെ ഇത്ര ബ്രൗൺ ആയാൽ മതി കേട്ടോ. ചിലർ ഇതിനേക്കാളും കുറച്ചും കൂടെ ബ്രൗൺ ആക്കും. എനിക്ക് ഇത്ര ബ്രൗൺ ആവണതാണ് ഇഷ്ടം. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർക്കുക. പൊടിയല്ല, ചതച്ചിട്ട് ചേർക്കുക. അങ്ങനെ നാളികേരം അതിലേക്കുള്ള വറവ് കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചു. വീണ്ടും നമ്മൾ സ്റ്റൗവിൽ നമ്മുടെ കൂട്ടുകറി വെച്ച് അതിലേക്ക് നാളികേരം നമ്മൾ മാറ്റി വെച്ച നാളികേരമില്ലേ, 1.5 സ്പൂൺ മാറ്റി വെച്ചില്ലേ, അത് നമ്മൾ ഇതിലേക്ക് അരച്ച് ചേർക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് അതിലേക്ക് ചേർക്കുക. നന്നായിട്ട് അരച്ചിട്ട് അതിൽ മിക്സ് ആക്കിയിട്ട് അത് നന്നായിട്ട് വറ്റട്ടെ. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി
അതെ, ഈ പാകമാണ് ആവശ്യമുണ്ടാകും. ഇത്ര ലൂസിൽ കിടന്നോട്ടെ. ഇനി നമ്മളതിൽ നാളികേരം വറുത്ത് വെച്ചത് ചേർക്കണമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്ന കാരണം ഞാൻ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾ ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിട്ട് ഇടുക. കൂടുതൽ ഉപ്പ് ഈ കറിക്ക് ആവശ്യമില്ല. അങ്ങനെ ഇതേ നമ്മുടെ കറി പാകമായി. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച നാളികേരം കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് വേവിക്കേണ്ട ആവശ്യമില്ല, ഇത് വറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്നും കൂടെ വറ്റിക്കോളും. ഇത് ഇത്ര ലൂസിലിരുന്നോട്ടെ. ഇതാണ് പാകം. ഇനി നമുക്കിതിൽ വറുത്തിടും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോൾ കണ്ടില്ലേ, എളുപ്പത്തിൽ കുക്കറിൽ കൂട്ടുകറി ആക്കണത്. ഇത്രയ്ക്കേ പണിയുള്ളൂ കൂട്ടുകറി ഉണ്ടാക്കാൻ. അപ്പോൾ ഈ ഓണത്തിന് ഇതുപോലെ കൂട്ടുകറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. കുക്കറിൽ വേഗം നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാൻ പറ്റും. നല്ല മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. ചിലർ മധുരമൊന്നും ഇടില്ല കേട്ടോ കൂട്ടുകറിയിൽ. പക്ഷേ എനിക്ക് മധുരമുള്ള കൂട്ടുകറിയാണ് ഇഷ്ടം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വരുന്ന ഓണം എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ഒരു ഓണമാവട്ടെ. ബൈ.